നമസ്കാരം നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തുറ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി ഒരു അനദർ വീഡിയോയിലേക്ക് പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വീഡിയോ ഒരു ബ്ലൈൻഡ് സ്ട്രാറ്റജി വീഡിയോ ആണ്. അതായത് ആവറേജിങ് വീഡിയോ ആണ്. ശരിക്കും അതൊരു 122 എൻട്രി പ്ലാൻ ചെയ്തത്. പിന്നെ വീഡിയോയുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് എൻട്രി ഇത്തിരി മിസ്സായിപ്പോയി. ശരിക്കും അത് 115 ഒരു എൻട്രി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിരുന്നു. ചാർട്ട് ഓപ്പൺ ആക്കി വീഡിയോ ഒക്കെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എൻട്രി കുറച്ച് മിസ്സായിട്ടുണ്ട്. ഇതൊരു ബ്ലൈൻഡ് സ്ട്രാറ്റജി, അതായത് ഒരു ഓപ്പോസിറ്റ് മാർക്കറ്റിൽ കണ്ണും പൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം 15 മിനിറ്റ്സിൻ്റെ ഒരു RSIയുടെ ക്രോസ് ഓവർ ഇപ്പോൾ മനസ്സിലായി, ഇവിടെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കണ്ണും പൂട്ടി ഒരു എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്, ഈ വീക്ക് എക്സ്പയറി അല്ല. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മൾ 3 ലോട്ടാണ് എടുത്തിരിക്കുന്നത്. ആ 3 ലോട്ടിൻ്റെ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 3 ലോട്ട്, അടുത്ത എൻട്രി 6 ലോട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള എൻട്രി 12 ലോട്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ 21 ലോട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ എന്ന് പറയണത് 131 ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. 131 ബ്രേക്ക് ചെയ്താൽ 134, 140, 152 ആ ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് മെജോറിറ്റി പോകുന്നത്. പിയിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇതിലിടുന്ന പരിപാടിയില്ല. ഇത് അടുത്തത് ഇനി ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് താഴത്ത് വരുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യും. ആവറേജ് ചെയ്യുന്ന ഒരു 89 ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കുമായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. വിത്ത് നോ ഡൗട്ട് മാർക്കറ്റ് എന്തായാലും 134 ടച്ച് ചെയ്യും. ഇനിയിപ്പോൾ 9 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡലിൽ മാർക്കറ്റ് 120 നിന്ന് 24 വരെ പോയി. അപ്പോൾ അതേപോലെ ഇത് ഏകദേശം 131, 132 ലെവലിൽ വന്നൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം അപ്പിലേക്ക് പോകാനായിട്ടാണ് ചാൻസ്. ഇപ്പോൾ ഇവിടെ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ മേളിൽ എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടെ വരെ നമ്മൾ ഹോൾഡ് ചെയ്യും. അതാണ് നമ്മളുടെ രീതി. പിന്നെ എക്സ്പയറി എടുത്തു കഴിഞ്ഞാൽ മെൽറ്റിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോസ് വരാം. പക്ഷേ ആവറേജിൽ ഒരു കാരണവശാലും എക്സ്പയറി ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതാത് ദിവസത്തെ എടുക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ലോസിലേക്കാണ് നമ്മൾ പോയത്. 1931 രൂപ. കാരണം ഇവിടെ നിന്ന് നമ്മളെടുത്ത ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയത്തില്ല. അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഡംപ് വന്നു. അപ്പോൾ ഇനി നമുക്കിത് ആവറേജ് ചെയ്യണം. ആവറേജ് ചെയ്യാനുള്ള ലെവല് നമുക്ക് ഫ്യൂച്ചറും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് ആവറേജിങ്ങിൻ്റെ ലെവല് നോക്കാനായിട്ട്. അതിൽ നമ്മൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ മാർക്കറ്റ് മുകളിൽ ഹിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ഓൾറെഡി ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത് 2 മിനിറ്റിലേക്കൊന്ന് ഡൈവർജൻസ് ആക്കാം. 2 മിനിറ്റിൽ RSI ടോപ്പിൽ പോയി ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു എൻട്രിക്ക് പ്ലാൻ ചെയ്തത്. അത് അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നിൽക്കുകയാണ്. മാക്സിമം മാർക്കറ്റ് പോകാനുള്ള
ഫ്യൂച്ചറിലൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് എന്തായാലും മാർക്കറ്റ് തിരിച്ചു വരണം. അപ്പോൾ 51,641 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് ആവറേജ് ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ 2 മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് 128ആണ്. നമ്മൾ ഇനി അത് ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഏത് ടൈം ഫ്രെയിമിലേക്കായിരിക്കും നമ്മൾ മാറ്റി ആവറേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 6 ലോട്ടിട്ടായിരിക്കും നമ്മൾ അത് ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ആ ഒരു ഏരിയ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. തൊണ്ണൂറ്റഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനായിട്ട് വന്നിട്ടുണ്ട്. 128 നിന്നാണ് മാർക്കറ്റ് 94ലേക്ക് 93ലേക്ക് വന്നത്. അപ്പം അടുത്ത ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യും, 6 ലോട്ടിൽ നമ്മൾ ബൈ ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 128ലാണ് നമ്മൾ എൻട്രി എടുത്തത്. നിലവിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് 96ലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആവറേജ് ചെയ്തത്. 128ൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആവറേജ് ചെയ്തത്. 2295 ലോസ് കാണിക്കുന്നത്. അടുത്ത ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ അത് ആവറേജ് ചെയ്യുന്നത്. 128ലാണ് എൻട്രി പ്രൈസ് നിൽക്കുന്നത്. അത് ആവറേജ് ചെയ്യുമ്പോൾ ഏത് ലെവലിലേക്ക് വരും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് നമുക്ക് നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് 127 പോയിൻറ്റ് സംതിങ്, അവിടെ ഒരു ബ്ലൂ ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ആവറേജ് ചെയ്തു. ഇവിടെ 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ആവറേജ് ചെയ്തത്. അപ്പോൾ ഏത് ലെവലിലേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്? ഇപ്പോൾ ടോട്ടൽ നിൽക്കുന്നത് 9 ലോട്ടാണ് ആവറേജ് നിൽക്കുന്നത്. അപ്പോൾ 6. ഇനി നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ 12 പോയിന്റിലായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് എത്രയിലേക്കായി? 107ലേക്കായി നമ്മുടെ എൻട്രി പ്രൈസ്. അപ്പം നമ്മൾ 128ലാണ് നമ്മൾ എൻട്രി എടുത്തത്. അതായത് 128 മൈനസ് 107 നിലവിലെ പ്രൈസ് നിൽക്കുന്നത്. 21 പോയിൻ്റ് താഴത്തേക്ക് നമ്മുടെ ഡൗൺ ഏരിയ ഇറങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആവറേജിങ് ഏരിയ 21 ലെവലിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് മാർക്കറ്റ് എന്തായാലും എവിടം വരെ വരും? 51,589 ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് ഇറങ്ങി വരും, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ 2600 ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അത് ഓൾറെഡി 2000 ആ ഒരു ലെവലിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 2 മിനിറ്റിൻ്റെ 1, 2, 3 ക്യാൻഡിലിൻ്റെ ടിപ്പ്, അതായത് നിൽക്കുന്നതിൻ്റെ പ്രീവിയസ് ആയിട്ട് 1, 2, 3 ക്യാൻഡിലിൻ്റെ ടിപ്പ്, അതായത് നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള 1, 2, 3 ക്യാൻഡിലിൻ്റെ ടിപ്പ്, അതായത് 107 കറക്റ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നത്.
എന്തായാലും വീഡിയോ പോസ് ചെയ്യാം. നോൺ ഡയറക്ഷണൽ ആവറേജിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഒരു 77 ഭാഗത്തേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ ആവറേജ് ചെയ്യുന്നത്. സോറി, ഇത് ഫ്യൂച്ചർ കിടക്കണത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആട്ടോ അത് കിടക്കണേ. ഞാൻ ഓർത്ത് ഗ്യാപ്പ് ടാലി ആവുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. നമുക്ക് നിഫ്റ്റിയാണ് വേണ്ടത്. നമ്മൾ ഗ്യാപ്പ് കണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാക്സിമം ലോസ് മനസ്സിൽ കാണുന്നത് 10,000 റുപ്പീസാണ്. 10,000 റുപ്പീസിന് താഴത്തോട്ട് ലോസ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വിടാനായിട്ട് പാടില്ല. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഒരു മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 102.32 ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അതൊരു റിജക്ഷൻ പോയിൻ്റ് ആണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മാർക്കറ്റ് 107 നമ്മുടെ എക്സിറ്റ് പ്രൈസ്. എക്സിറ്റ് പ്രൈസ് അല്ല, എൻട്രി എടുത്തത് ആവറേജ് ചെയ്ത് നിലവിലുള്ള സീറോ, അതായത് കോസ്റ്റ് ടു കോസ്റ്റ് പ്രൈസാണ് 107 എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ഒന്ന്, 107 നമ്മുടെ 6 ലോട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 3 ലോട്ട് ഒന്നേന്ന് തുടങ്ങുന്ന പോലെയുള്ള ഒരു പ്രവണത വരും. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 107 ബ്രേക്ക് ചെയ്ത് 117 വരെ മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ 127 122 മാർക്കറ്റ് മൂവ് അപ്പ് ആവുന്നത്. അപ്പോൾ അത് ഈ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണോ ബെറ്റർ? ഇപ്പോൾ നമ്മളൊരു 3 ലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ലോട്ടിൻ്റെ പ്രോഫിറ്റ് കിട്ടിയാൽ മതിയോ? അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിന് വെച്ചിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒന്ന്, മാക്സിമം അത് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോവുക. നിൽക്കുന്ന 9 ലോട്ടിൽ 21, അതായത് 107 നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ അടുത്ത ഒരു റെസിസ്റ്റൻ്റ് ഏരിയയിൽ അല്ലെങ്കിൽ അടുത്ത ടാർഗറ്റ് പ്രൈസിൽ 9 ലോട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ 107 മുട്ടുവാണെങ്കിൽ അവിടെ 6 ലോട്ട് കഴിഞ്ഞിട്ട് പിന്നെ 3 ലോട്ടിൽ ഒന്നേന്ന് തുടങ്ങാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു മിനിമം പ്രോഫിറ്റ് മതി എന്നുള്ള ഒരാളാണെങ്കിൽ 107 എക്സിറ്റ് ആയിട്ട് 6 ലോട്ട് എക്സിറ്റ് ആവാം. എന്നിട്ട് ബാക്കി 3 128 നമ്മൾ ആദ്യത്തെ എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെയും 3 ലോട്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അത് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂസ് മൊത്തത്തിൽ ഹോൾഡ് ചെയ്യാം. കാരണം 15 മിനിറ്റ്സിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത്ര ലോസ് വന്നതിൻ്റെ റീസൺ നമ്മൾ നോൺ ഡയറക്ഷൻ റേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. നോൺ ഡയറക്ഷൻ ട്രെൻഡിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലോസ് കാണാനായിട്ട് നമ്മൾ ഓൾറെഡി ബാധ്യസ്ഥനാണ്. അപ്പോൾ ഒരു ലോസ് നോൺ ഡയറക്ഷൻ ട്രേഡ് ചെയ്തിട്ട് ലോസ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഈ ഒരു ആവറേജിങ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. പക്ഷേ നമ്മൾ കുറഞ്ഞ ലോട്ടൊക്കെ ഇട്ടിട്ട് ആണ് ഒരു ഡയറക്ഷണൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് ആവറേജിന് വേണ്ടി നമ്മൾ എടുക്കില്ല. നമ്മൾ സിയിൽ നമ്മൾ ആ ഒരു ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ എടുക്കുന്നത്. അതായത് 5 മിനിറ്റിൽ ഇവിടുത്തെ ക്രോസ് ഓവർ നമ്മൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആ ക്രോസ് ഓവർ ബേസ് ചെയ്തുകൊണ്ട് ഡൗൺ ആവുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് നമ്മൾ താഴത്തോട്ട് എൻട്രി എടുത്തത്. അപ്പോൾ അതാ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് അതാണല്ലോ. ലോസ് വന്നാൽ അതെങ്ങനെ റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് മെജോറിറ്റി ആളുകൾക്കും ഡൗട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആവറേജിങ് എപ്പോൾ എങ്ങനെ എവിടെ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തത്.
ഇപ്പോൾ ഒരു ഡയറക്ഷണൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ ക്രോസ് ഓവർ വന്നു, നമ്മളിവിടെ എടുത്ത എൻട്രി 95 നിന്ന് ഓൾമോസ്റ്റ് 102 വരെ 5 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണെങ്കിലും അത് ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡറുടെ ഒരു ഡയറക്ഷണൽ വ്യൂ ആണ്. നമ്മൾ ആവറേജ് ചെയ്ത് എത്ര മണിക്കാണ്? 12:35 നമ്മൾ ആവറേജ് ചെയ്ത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഒന്ന് മൂവപ്പ് ആയത്. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുന്ന സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ തോന്നുന്ന സ്ഥലത്ത് കൊണ്ട് ആവറേജ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ ആവറേജ് ചെയ്യാനായിട്ട്. നമ്മൾ നോൺ ഡയറക്ഷനിലാണ് ആവറേജ് ചെയ്ത് ഒന്നാമത്തെ കേസ്. നമ്മൾ പിന്നെ സെക്കൻഡ് ആവറേജ് ചെയ്തത് ഒരു സപ്പോർട്ട് സോണും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആവറേജ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 2800-3000 രൂപ ലോസിൽ നിന്നത് നമ്മൾ ആവറേജ് ചെയ്ത് ഓൾമോസ്റ്റ് 107 ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയില്ല. ചെറിയൊരു വ്യത്യാസത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക്. അപ്പോൾ അവിടെ ചെയ്യാനുള്ള കാര്യം ആ സംസാരത്തിൻ്റെ ഇടയിൽ വിട്ടുപോയത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് 106 ട്രിഗർ പ്രൈസ് വെച്ചിട്ട് ഒരു 3 പോയിന്റ് അവിടെ ഒരു 6 ലോട്ട് അവിടെ ഇറങ്ങാം. അതാകുമ്പോൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളെത്തും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ 9 ലോട്ടും ഹോൾഡ് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 113 അടുത്ത റിജക്ഷൻ പോയിന്റ്. 110. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ആദ്യത്തെ റിജക്ഷൻ ഉണ്ട് 110. അപ്പോൾ 110ൻ്റെ ഭാഗത്തേക്ക് ഒരു 6 ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗർ ഇട്ട് വെക്കാം. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 110 എന്ന് പറയുമ്പോൾ നമ്മൾ അത് തന്നെ എന്തായാലും 109.85 109.85 നമ്മൾ സെൽ ലിമിറ്റ് ഇട്ട് വെക്കാം 6 ലോട്ട്. അപ്പോൾ നമ്മൾ മൗസ് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിവിടെ കൊടുത്തേക്കണ ആ ഒരു ഇത് നമുക്ക് പൊക്കത്തോട്ട് കൊണ്ട് വെക്കാം. 113 വെക്കാം, അല്ലെങ്കിൽ അത് താത്തി നമുക്ക് 110 109.90 109.90 നമ്മൾ 6 ലോട്ട് ട്രിഗർ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റിലേക്ക് ആവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് 107ലേക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ബാക്കി 3 ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. അത് ഒരു ഓപ്ഷൻ മാത്രമാണ്. അതൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. കാരണം ഇത്രയും വലിയൊരു ലെങ്തി ക്യാൻഡിൽ വന്നത് കാരണം ഒരു 3 അല്ലെങ്കിൽ 4 ക്യാൻഡിലായിട്ട് മേ ബി അത്രയും വരെ മാർക്കറ്റ് എത്തിക്കൂടായികയില്ല. പക്ഷെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള വ്യക്തിക്കാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 107 6 ലോട്ട് കൊടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റിൽ 1 തുടങ്ങാം, ഇല്ലെങ്കിൽ 110 6 ലോട്ട് കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഈസി ആയിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഇറങ്ങാം. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം കോസ്റ്റ് ടു കോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തീരുമാനപ്രകാരം ആ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴും ആ ബ്രോക്കറേജ് പൈസ നമുക്ക് കിട്ടും. 6 ലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ബാക്കി 3 ലോട്ടിൽ 1 തുടങ്ങാം. അതൊരു രീതി. രണ്ടാമത്തൊരു രീതി, പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ പ്രോഫിറ്റ് കിട്ടിയില്ല, ഇനി ആവറേജ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ 107 മൊത്തത്തിൽ കൊടുക്കാം. ഇനി മൂന്നാമത് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ഉണ്ട്, ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിലേ 113 ഇട്ടോ 121 ഇട്ടോ ഹോൾഡ് ചെയ്യാം. നാലാമത്തെ ഓപ്ഷൻ 110 ഇറങ്ങാനായിട്ട് പറ്റും, അത് അടുത്ത ഓപ്ഷൻ. അപ്പോൾ ആ ഓപ്ഷൻ്റെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം 98ലേക്ക് ആ ലൈൻ എക്സ്പാൻഷനായിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ പൊക്കി എങ്ങോട്ട് വെക്കാം, 113ലേക്ക് നമുക്ക് കയറ്റി വെക്കാം. അപ്പോൾ ആ 113 6 ലോട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അപ്പം ഇതിൽ വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ.
ഞാനത് മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 107 മൊത്തത്തിൽ വിൽക്കാം, അല്ലെങ്കിൽ പകുതി വിൽക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 6 ലോട്ട് വിൽക്കാം. എന്നാലും ഇപ്പോൾ വലിയ നഷ്ടമൊന്നുമില്ല. 3 ലോട്ടിൽ 50 വെച്ചിട്ട് 150 രൂപയാണ് നിലവിൽ ലോസ് വരത്തുള്ളൂ ആ 3 ലോട്ട് കൊടുത്തിരുന്നെങ്കിൽ. അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ട്രേഡറുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാനത് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്ത് അങ്ങ് വെക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആവറേജ് ചെയ്ത 107 എന്നുള്ളൊരു വര, ഈ പറഞ്ഞ പോലെ ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കറക്റ്റായിട്ടൊരു റിജക്ഷൻ വര വരച്ച പോലെ ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ആ ആവറേജ് ചെയ്ത എൻട്രി പ്രൈസിൽ നിന്നാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജിങ് പ്രൈസും അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഏരിയ ഇതൊക്കെ കറക്റ്റായിട്ട് ഏകദേശം അതേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ഈ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. കൃത്യമായിട്ട് നമ്മൾ റിജക്ഷനായിട്ടൊരു സ്ഥലത്താണ് നമ്മൾ ആദ്യം എൻട്രി എടുത്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷനായി. നമ്മളത് കഴിഞ്ഞിട്ട് ആവറേജ് ചെയ്ത് കറക്റ്റാണ്. നമ്മൾ ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് വന്നത് അവിടെ നിന്ന് റിജക്റ്റ് ആയത് കറക്റ്റാണ്. എന്തായാലും ഈ RSI മേളിലോട്ട് ക്രോസ് ഓവർ ആവുന്നത് വരെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു 6 ലോട്ട് വിറ്റ് കഴിഞ്ഞാലും മിനിമം 3 ലോട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ബാക്കിയുള്ള 3 ലോട്ട്. ഇതിപ്പോൾ 6 ലോട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അല്ല 9 ലോട്ടാണെന്ന് ചിന്തിക്കേണ്ട, ഇത് വെറും 3 ലോട്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെയും ഈ 3 ലോട്ടിൽ ഹോൾഡ് ചെയ്യുക. അത് തിരിച്ച് ക്രോസ് ഓവറായിട്ട് താഴത്തോട്ട് വന്നാലും ഈ ഏരിയ, അതായത് 96ൻ്റെ ഏരിയ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് വന്നിട്ട് RSI ഒരു അനുകൂലമായിട്ട് വരുന്ന സമയത്ത് ആവറേജ് ചെയ്താൽ മതി. അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫൈനൽ ടാർഗറ്റ് 120 നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. അപ്പോൾ ഒരു റെഡ് കണ്ടാലും നമ്മൾ പാനിക് ആവേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം 22 മിനിറ്റായി. എന്തായാലും ഇനി കുറച്ച് ഡിലേ ഇട്ടിട്ട് വീഡിയോ ഓൺ ചെയ്യാം. ഇവിടെ ഏകദേശം ശ്രദ്ധിച്ചറിയും നമ്മുടെ ആവറേജിങ് നമ്മൾ ചെയ്ത പ്രൈസ് കറക്റ്റ് ആവറേജിങ് പ്രൈസ് ആയതുകൊണ്ട് ആ ആവറേജിങ് പ്രൈസ് 107 എന്നുള്ളത് ബ്രേക്ക് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആ ഒരു പ്രൈസ് ലൈൻ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ പ്ലാനിങ് അത്ര അക്യുറേറ്റ് ആണെന്നാണ് ഈ ഒരു ചാർട്ട് വൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻട്രി തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ വിത്തിൻ സിംഗിൾ ക്യാൻഡിൽസിൽ തന്നെ 112ലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. 5 പോയിൻ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 6 ലോട്ട് എക്സിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് 112ലാണ്. അത് ടെൻഷനുള്ള ആളുകൾ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ റിജക്ഷന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആയില്ല, എക്സ്റ്റൻഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ 122, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എൻട്രി എടുത്തൊരു പ്രൈസ് 127ലേക്കൊക്കെ മാർക്കറ്റ് പോകും. അപ്പോൾ ഇത് ഒരു ക്രോസ് ഓവർ ആവുന്നത് വരെ ശരിക്കും പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1.5 മൂവ് ആയിരിക്കും മുകളിലോട്ട് കിട്ടുന്നത്. സിംഗിൾ ക്യാൻഡിൽ തന്നെ 112.84 വരും. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് കുതിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ലോ ചെറിയ രീതിയിലൊരു റെഡിഷ് വന്നേക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു റെഡിഷ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ആ റെഡിഷ് എവിടം വരെ വരും എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഒരു 101.90 അവിടെ വരെ മാർക്കറ്റ് റെഡിഷ് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ആവാൻ പോവാണ് 5 മിനിറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ലോ വന്നാലും മാക്സിമം വരാൻ പോകുന്നത് 101.90 മാർക്കറ്റ് അവിടെ നിന്നായിരിക്കും വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ റിജക്ഷനായിട്ട് പോകുന്നത്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ 102.02 യെല്ലോ ലൈൻ നിൽക്കുന്നത്. നമ്മൾ വരച്ചത് 101.90. ഏകദേശം സിമിലാരിറ്റി ആണ്. അവിടെ നിന്ന് റിജക്ഷൻ എടുത്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പറക്കണത്. ഇതൊക്കെ ഓരോ വിശ്വാസം. ഇങ്ങനൊരു പോസിബിലിറ്റി മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്ലാനിങ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ മാത്രമേ ഉള്ളൂ. മുമ്പ് നമ്മൾ പലതവണ കണ്ട് ശീലിച്ചതാണ്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് ഡയറക്ഷണൽ ട്രേഡിന് പക്ക എൻട്രി ആ ഒരു ഭാഗത്ത് ഞാൻ എടുക്കുന്നതാണ്. ബിഗ് മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 102 എടുത്താൽ തന്നെ കോസ്റ്റ് എടുത്ത ഉടനെ തന്നെ 5 പോയിൻ്റ് പ്രോഫിറ്റാണ്.
ഈ ക്യാൻഡിലോ നെക്സ്റ്റ് ക്യാൻഡിലോ ബ്രേക്കൗട്ടായാൽ ചെന്ന് ഹിറ്റ് ചെയ്യണത് 112-ലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആവറേജിങ് പ്രൈസ് ആരോ മനഃപൂർവ്വം വരച്ചിട്ട വര പോലെ നിൽക്കുന്നത്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഇഞ്ച് മുകളിലേക്ക് പോകുന്നില്ല. ഇതൊരിക്കലും നമ്മൾ വരച്ചിട്ട വരയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന വരയോ അല്ല കേട്ടോ. നമ്മൾ 127 എടുത്തത് ആവറേജ് ചെയ്തായിരുന്നു. ആവറേജ് ചെയ്തപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഏരിയ 107 വന്ന് നിന്നു എന്നുള്ളൂ. കാരണം ആ 107 മുട്ടുമ്പോൾ ഇവിടെ പ്രൈസ് കോസ്റ്റ് ടു കോസ്റ്റ് ആവുന്നുണ്ട്, അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡോജി ക്യാൻഡിലായിട്ട് നിന്ന നെക്സ്റ്റ് ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും 112 എത്തുന്നത്. അപ്പോൾ നമ്മൾ 6 ലോട്ടാണ് അവിടെ 112 ട്രിഗർ അടിച്ചിട്ടേക്കണേ. 3000 രൂപ ലോസ് ഉണ്ടായിരുന്നതാണ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് മാർക്കറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മളുടെ സാധനം ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മേളിലോട്ട് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. 2568 രൂപ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. 2600 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഡയറക്ഷണൽ ട്രേഡർ എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കണം, അത് മാർക്കറ്റ് ഓൾറെഡി 127-ലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഇവിടെ എങ്ങനെ ട്രേഡ് ഉണ്ടായോ അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ട്രേഡിങ് വരത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 127 ഈ ലെവലിലേക്കൊക്കെ എത്തിയായിരുന്നെങ്കിൽ മാസീവ് പ്രോഫിറ്റാണ്. 130, 132 കൺസോൾട്ടേഷൻ സോണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സിസ്റ്റം. അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഏതൊക്കെയോ ലെവലിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 122 ഒരു ട്രിഗർ പ്രൈസ് വെച്ചതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഗ്രീഡി ആയിട്ട് നമ്മൾ തന്നെ കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരു മിനിമം ടാർഗറ്റ് അത് കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടൊക്കെ പോകാം. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല. പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും വലിയ ക്യാൻഡിലൊക്കെ ഒരു പീനെ സംബന്ധിച്ച് വന്നത്. ആലോചിച്ച് നോക്കിയേ, 95-ന്ന് 141 വരെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കണത്. നമ്മുടെ ആവറേജിങ് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? ഇപ്പോൾ ഈ സമയം വരെയൊക്കെ ഹോൾഡ് ചെയ്താൽ ഈവൻ ഒരു 5000 റുപ്പീസൊക്കെ ഓക്കെയാണ്. നമ്മളതല്ല, നമ്മളൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. കാരണം ഇത് എക്സ്പയറി ആയതുകൊണ്ട് മാത്രം ഇത്രയും വോളിയം അല്ലെങ്കിൽ ഇത്രയും മൂവ്മെൻറ്റ് വന്നു. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന മൂവ്മെൻറ്റുകളാണ്, അല്ലെങ്കിൽ ഇതേപോലത്തെയുള്ള മൂവ്മെൻറ്റുകളൊന്നും വരാറില്ല. 148, 151. ഇതിൽ നമുക്ക് സങ്കടവുമില്ല, നമുക്ക് പരാതിയില്ല. ശരിക്കും RSI ഈ പറഞ്ഞ പോലെ അത് വിറ്റില്ലായിരുന്നെങ്കിൽ മാക്സിമം പ്രോഫിറ്റാണ്. 157, 158, 170 വരെ ഓൾറെഡി നിൽപ്പുണ്ട്. 163. ഈ വൈറ്റ് ഡോട്ടിലാണ് വന്ന് ഹിറ്റ് ചെയ്യണത്. സത്യമായിട്ടും എനിക്ക് ഇത്ര വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ട്രെയിൽ ചെയ്ത് വെച്ചേനെ. ഇതൊന്നും ഒരിക്കലും ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വല്ലപ്പോഴും കിട്ടുന്ന മൂവ്മെൻ്റ് ആട്ടോ. കാരണം ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് നാളെ ഇതൊന്നും നമുക്കൊരിക്കലും ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് വരും എന്ന് യാതൊരുവിധ പ്രതീക്ഷയില്ല. പിന്നെ ആകെയുള്ളത് ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡിങ് കിട്ടുമ്പോൾ ചിലപ്പോൾ ലോട്ടറി കിട്ടും, ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ആവാം. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ഓരോ സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിവേ ഇനിയും കണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും ടെൻഷൻ ആവണ്ട, ഞാനും പാനിക് ആവണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ
നമ്മൾ 122-ലാണ് ഇറങ്ങിയത്. 30 പോയിൻറ്റും കൂടെ മാർക്കറ്റ് മൂവപ്പ് ആയിട്ടുണ്ട്. 30 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 750 വെച്ചിട്ട് 63 രൂപ കൂടെ അധികം കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. 3000 റുപ്പീസ് മിനിമമാണ് ഇപ്പം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു റേറ്റ്. അതിനപ്പുറത്തേക്ക് വന്നാൽ ട്രെയിൽ ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഇതേപോലത്തെ മൂവ്മെൻറ്റ് വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ. ഇത്ര ബിഗ് മൂവ്മെൻറ്റ് എക്സ്പയറി ആയതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. എനിവേ, ഈ സ്ട്രാറ്റജീനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഒരാൾക്ക് എങ്ങനെ ഊരിയെടുക്കണം എന്ന് പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാം. ഇതേപോലെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാനും പറ്റും. എനിവേ, ഓൾ ദി ബെസ്റ്റ്.